ഹായ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ക്ലീനിങ് തന്നെയാണോ എന്ന് ചോദിച്ചാൽ ക്ലീനിങ് നമുക്ക് അത്യാവശ്യമാണല്ലോ അല്ലേ? അതിന് എവിടെയാണെങ്കിലും അകത്തെ ക്ലീനിങ് ആണെങ്കിലും പുറത്തെ ക്ലീനിങ് ആണെങ്കിലും നമ്മൾ ഒരു ദിവസം ചെയ്തെന്ന് വെച്ചിട്ട് അത് നെക്സ്റ്റ് ഡേ ചെയ്യാതിരുന്നാൽ പിന്നെ കാര്യമില്ലല്ലോ. ഇന്നത്തെ വിഷയം അതൊന്നും അല്ല. ഇവിടെ പ്ലാന്റ്സൊക്കെ ഓർഡർലെസ് ആയിട്ട് ഒരടുക്കും ചിട്ടയും ഇല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. മുമ്പ് നമുക്കിവിടെ ഒരുപാട് സ്റ്റാൻഡുകളുണ്ടായിരുന്നു. ഞാൻ തന്നെ നമുക്ക് സീറോ കോസ്റ്റിൽ ഉണ്ടാക്കിയെടുത്ത കുറേ സ്റ്റാൻഡുകളുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വീട്ടിൽ ഓരോ മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ അതെല്ലാം മാറ്റേണ്ടി വന്നു. ഇനിയിപ്പോൾ ഒരു സ്റ്റാൻഡ് ഇല്ലാതുണ്ട് നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ആയിട്ടുണ്ട്, എനിക്ക് വെക്കാൻ സ്ഥലമില്ലാതെ ആയിട്ടുണ്ട് കേട്ടോ. ഈ തടിയൊക്കെ നമ്മുടെ മുറ്റത്ത് ഇതുപോലെ ചെടികളെയും വഹിച്ച് കുറേ നാൾ ഇരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഉളുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടേ. നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റാൻഡുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. കട്ടയും അതുപോലെ ഇതുപോലുള്ള എന്തെങ്കിലും തടിക്കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്റ്റാൻഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സൊക്കെ കുറച്ച് സ്ഥലത്ത് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് വെക്കാൻ കഴിയും. സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് കട്ട അറേഞ്ച് ചെയ്യാനായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട്. കാരണം എൻ്റെ അടുത്ത് മുന്നേ കുറേ കട്ടകൾ ഉണ്ടായിരുന്നു. നമ്മളിതുപോലെ ഈ ചുറ്റുമതിൽ കെട്ടിയ സമയത്ത് ഒരുപാട് കട്ട നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് എന്തായാലും ബാലൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്കിതുപോലെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ അവസാനം എനിക്ക് പണി കിട്ടി. കട്ട തികയാതെ വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ടയും കൂടി എടുത്ത് മതിൽ കെട്ടുന്നതിന് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഞാൻ വീട് മൊത്തം ചുറ്റിക്കിറങ്ങിയാണ് നമുക്ക് ആവശ്യമായിട്ട് 3-4 കട്ട ഒപ്പിച്ചിട്ടുള്ളത്. ഒരെണ്ണം ഒരു പാറയുടെ പീസാണേ. ഇനിയിപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം വെള്ളം പിടിക്കാത്ത രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് പോലുള്ളത് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഉളുത്ത് നശിച്ച് പോയില്ല കേട്ടോ. ഞാൻ മുന്നേ ഇതിനകത്ത് ബ്ലാക്ക് ടാർപ്പ ഉണ്ടല്ലോ, ബ്ലാക്ക് ഷീറ്റ് നമ്മൾ മുറ്റത്ത് വിരിച്ചത്, അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ വേറൊന്നുമല്ല, മോൻ്റെ ബുക്ക് പൊതിയുന്ന പേപ്പറാണേ. അത് എടുത്തുകൊണ്ട് വന്ന് വിരിച്ചപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു ലാവൻഡർ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വിരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഫുള്ളിടാൻ തികയുന്നുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ വിരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കൊണ്ട് ഒന്ന് കവർ ചെയ്താണ് വിചാരിച്ചത്. പക്ഷേ അതിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് നമ്മളങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇത് രണ്ട് തട്ടിലും നമുക്ക് ഇടാനായിട്ട് ഈ ബുക്ക് പൊതിയുന്ന പേപ്പർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വിരിച്ചിരിക്കുന്നത് തികയില്ല. അപ്പോൾ പിന്നെ വേറൊരു പുതിയ റോൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, നമ്മൾ എടുക്കാത്തൊരു റോള്. അങ്ങനെ പിന്നെ അവസാനം ഞാൻ അത് പോയി എടുത്തിട്ട് വന്നിട്ടുണ്ടേ. ഇത് ഒരു റോളിന് 15 രൂപയ്ക്കോ മറ്റോ ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അധികം റേറ്റില്ല. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ. ഞാനത് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും അതിൻ്റെ അവകാശി എൻ്റെ പിറകെ വന്നിട്ടുണ്ട്. ആദ്യം നമ്മളിട്ടത് ഞാൻ എടുത്ത് മടക്കി വെക്കാൻ നേരം മോൻ പറഞ്ഞതാണ്, അങ്ങനെ ചെയ്യണ്ട, നമുക്ക് ഇതിനകത്ത് തന്നെ റോൾ ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെത്താനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അവൻ തന്നെ ചെയ്തോട്ടെന്ന്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവനെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സ്കൂൾ എന്തായാലും അടച്ചല്ലോ, അടുത്ത വർഷം നമുക്ക് പുതിയത് മേടിക്കാം, നിനക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും അവനെ സോപ്പിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരനെ ആദ്യമൊക്കെ ശ്രമിച്ചിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ പറയായിരുന്നു, ഇനിയിപ്പോൾ അത്ര നീറ്റ്നെസ് ഒന്നും വേണ്ട, നീ അങ്ങ് ചുരുട്ടിയെടുക്ക്, നമുക്ക് ടൈമില്ല, ഉച്ച ആവാറായിട്ടുണ്ടായിരുന്നേ. ഒടുവിൽ എന്തായാലും അവൻ ഉദ്ദേശിച്ച കാര്യം അവൻ സഫലമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇനി നമ്മൾ എടുത്തുകൊണ്ട് വന്നത് എൻ്റെ കയ്യിലുള്ള കളറ് പിങ്ക് കളറാണേ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചു കൊടുക്കുകയാണ്. മോനും പിന്നെ എൻ്റെ കൂടെ കുറച്ച് സമയം കൂടിയിട്ടുണ്ടായിരുന്നേ. ഇതുപോലുള്ള പ്ലാസ്റ്റിക് ആകുമ്പോൾ തടിയിൽ പെട്ടെന്ന് വെള്ളം വീണിട്ട് നാശമായി പോകില്ല എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഇനി താഴെ നമുക്ക് ഒരു തടിയും കൂടെ വെച്ച് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടാക്കണം. ഞാൻ 2 കട്ട അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിരിക്കാനായിട്ടാണേ. ആ തടി കഷ്ണത്തിന് ഇത്രയും വീതിയില്ല, കുറച്ചുകൂടെ വീതി കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് പേപ്പറിനെ 2ആയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വിരിക്കാൻ പറ്റും.
എന്തായാലും ഞാൻ അത് വെക്കുന്നതിന് മുന്നേ പ്ലാന്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ എനിക്കൊരു ആകാംക്ഷ. അങ്ങനെ മറ്റേ തടി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറേ ചെതലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, അതെല്ലാം ഞാനൊന്ന് തൂത്ത് കളഞ്ഞിട്ടുണ്ടേ. ഈ തടികളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ 2-3 വർഷത്തോളം എൻ്റെ ചെടികളെ താങ്ങി നിർത്തിയതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇവരെ അങ്ങോട്ട് മാറ്റി വെച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ചുറ്റുമതിൽ കെട്ടിയപ്പോൾ നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാൻ ആകെ മാറിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് പ്ലാന്റ്സൊക്കെ വെക്കാൻ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്നു. ഇത് കെട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്ലാന്റ്സ് വെക്കാനുള്ള സ്പേസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് അരേലി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ അതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, അരേലിയുടെ പ്രൊപ്പഗേഷനൊക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണേ. അന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരേലിയ എല്ലാം പിടിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ വീടിൻ്റെ പുറകിൽ പ്രൊപ്പഗേഷൻ ഏരിയയിലാണ് ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവിടെ നമുക്ക് നല്ല ഷെയ്ഡാണ്. അപ്പോൾ പ്ലാന്റൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ അവിടെ വെക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം. അവിടെ നിന്ന് ആ അരേരിയ പ്ലാന്റ്സിനെ എല്ലാം നമുക്ക് മുന്നിൽ എത്തിക്കണം. അപ്പോൾ അതിന് ഞാൻ മോനെ സോപ്പിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് അവനോട് അതൊന്ന് പറക്കിക്കൊണ്ട് തരാൻ പറഞ്ഞു. പക്ഷെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു 5 പോട്ട്സിലുണ്ട്. അവൻ എനിക്ക് എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. എടുത്തുകൊണ്ട് തന്നിട്ട് ക്ഷീണിച്ച് നിൽക്കുന്ന നിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനിയും നമുക്ക് 2-3 കൂടി എടുത്തുകൊണ്ട് വരാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, ഉമ്മി കട്ടയൊക്കെ ചുമന്നിട്ട് എനിക്ക് ആകെ വയ്യ, ഞാൻ ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ മോൻ തന്നെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട്. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കണ പോലെ അല്ല. നമ്മുടെ കോൺക്രീറ്റ് ചട്ടിയാണല്ലോ, ഞാൻ ഉണ്ടാക്കിയ ചട്ടികളാണേ, അപ്പോൾ അതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്നതാണെങ്കിലും ഇന്ന് ഞാൻ ആകെ മൊത്തത്തിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം നട്ടുച്ച സമയത്താണ് ചെയ്യുന്നത്. നമ്മളൊരു 11 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ തന്നെ അവിടെ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 12 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ആ ചൂടും കൂടി ആയപ്പോഴത്തേനും ആകെ മൊത്തം ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. മോനും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. മോൻ വേറൊരു പണിയിലായിരുന്നേ, അത് ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു, കുറച്ച് സമയം ഇനി എന്തായാലും റെസ്റ്റ് എടുത്തോളാം. പിന്നെ കുറച്ച് സമയം വെള്ളമൊക്കെ കുടിച്ച് പുള്ളിക്കാരൻ അവിടെ എൻ്റെ കൂടെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു കേട്ടോ. എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. വീഡിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുന്നത് അവനാണേ. അങ്ങനെ നമുക്ക് മുകളിൽ വെക്കാനായിട്ട് ജെറബറയും ഡെയ്സി പ്ലാന്റും വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 2 ജെറബറയുടെ പ്ലാന്റ്സും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ പുറകിൽ വെച്ചേക്കാണ്, അവിടെ ഷെയ്ഡിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതും എടുത്തുകൊണ്ട് വന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതൊക്കെ പിന്നെ ഞാൻ തന്നെയാണ് എടുത്തുകൊണ്ട് വന്നത്. മോൻ ദണ്ട് ഈ പണിയിലായിരുന്നു. നമ്മുടെ ഈ സൈഡിൽ ഡ്രിപ്പർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇക്ക വീട്ടിലുണ്ടായിരുന്നില്ല. തലേ ദിവസമേ മോൻ പറഞ്ഞു, ഞാനത് ചെയ്തോളാം, സൺഡേ ദിവസമാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അവ പറഞ്ഞു തരികയാണ് ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഭയങ്കര നല്ല ഹാപ്പി ആയിട്ടാണ് അവൻ ചെയ്യുന്നത്. അവനത് ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ പിന്നെ ചെയ്തോട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെ പുള്ളിക്കാരൻ ആ വർക്കിലായിരുന്നു. ഇടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണേ. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയതിന് ശേഷമൊക്കെയാണ് പിന്നെ വൈകുന്നേരത്തെ പണികൾ ചെയ്തത്. ഇത്രയും മോൻ കണക്ട് ചെയ്തതാണ്. അവിടെ ഫുള്ള് പ്ലാന്റ്സിനും അവൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ ഇതിനകത്തേക്ക് ആ മെയിൻ പൈപ്പിലേക്ക് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ വീഡിയോ എടുക്കണ്ടെന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും അവൻ തന്നെത്താനാണ് ഇതെല്ലാം ചെയ്തത്. ഇനി ഈ പണികളൊക്കെ ചെയ്യുന്നത് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഈവനിങ് ആണ് ചെയ്യുന്നത്. ആ കലാത്തിയ പ്ലാന്റ്സിനെ അവിടെ നിന്ന് മാറ്റി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമുക്ക് നമ്മുടെ ഈ വൈറ്റ് കോർണറിലേക്ക് വെക്കണം. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ആ സ്റ്റാൻഡിൻ്റെ താഴേക്ക് വെക്കാമെന്നാണ്. പിന്നെ വിചാരിച്ചു നമുക്ക് ആ ആത്തമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ ആ ഷെയ്ഡിൽ അവരങ്ങ് ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ. അങ്ങനെ അവരെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റാൻഡ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇവിടെ നമുക്ക് ആ ബുക്ക് പൊതിയുന്ന പേപ്പറിൻ്റെ കാശാണ് ആകെ ചിലവായിട്ടുള്ളത്. പിന്നെ കട്ടയും തടിക്കഷ്ണങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്ത് കുറേ അധികം പ്ലാന്റ്സ് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.